അപ്പൊ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ വണ്ടി എടുത്തിട്ട് ആദ്യത്തെ ട്രിപ്പാട്ടത്. കാര്യമായിട്ട് ഒരു പ്ലാനും ഇല്ലാതെയാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏതായാലും രാവിലെ തന്നെ ഞങ്ങൾ നീലഗിരി എത്തി. ആദ്യക്കുട്ടന് ചെറിയൊരു ഉറക്കക്ഷീണുണ്ട്, അതുകൊണ്ട് ഇനി ഓരോ ചായ ആവാന്ന് വെച്ചു. ഞങ്ങൾ ഈ റൂട്ട് പോകുമ്പോഴൊക്കെ ചായ കുടിക്കാൻ വേണ്ടി കയറുന്ന ഒരു ഷോപ്പാട്ടത്. അങ്ങനെ അവിടുന്ന് ഓരോ ചായയും വടയും കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. മസനഗുഡി വഴി ഗുണ്ടൽപേട്ട് പോകാനാണ് ഞങ്ങൾ ഇപ്പോഴത്തെ പ്ലാൻ. എത്ര പ്രാവശ്യം പോയി എന്ന് പറഞ്ഞാലും ഒരിക്കലും മടുക്കാത്ത റൂട്ടാണിത്. ഈ റൂട്ട് പോകുന്നവർ മാക്സിമം രാവിലെ പോകാൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ മൃഗങ്ങളെ കാണാൻ കഴിയുള്ളൂ. ആദമാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ ഗുണ്ടൽപേട്ട് എത്തി. സൂര്യകാന്തി പാടങ്ങളൊക്കെ കരിഞ്ഞ അവസ്ഥയാണ്. അപ്പൊ പിന്നെ ആ പ്ലാന് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ നേരെ റിട്ടേൺ വരാമെന്ന് വിചാരിച്ചു. പോരുന്ന വഴിക്കാണെങ്കിൽ ആന റോട്ടിലിറങ്ങി ഭയങ്കര അലമ്പ്. കുറച്ച് അധിക സമയം അവിടെ പോസ്റ്റായി. കുറച്ച് സമയത്തിന് ശേഷം ആന പിന്മാറി. അതുകൊണ്ട് ആ ബ്ലോക്ക് അങ്ങ് കഴിഞ്ഞിട്ട് ആ ഒരു സമാധാനത്തിൽ നമ്മൾ വണ്ടി എടുത്താണ്ട് മെല്ലെ അങ്ങോട്ട് പോകുന്നു. എല്ലാം ഒപ്പിച്ചാണ്ട് നിൽക്കണുണ്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ പോന്നുകൊടുക്കുമ്പോഴാണ് വണ്ടിക്ക് ഒരു പണി കിട്ടിയത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പ് കൊണ്ടുപോയി അവരത് പെട്ടെന്ന് തന്നെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് തന്നും ചെയ്തു കേട്ടോ. അപ്പൊ ഇവരെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. മലയാളീസ് ആണ്. അപ്പൊ ഈ റൂട്ട് വരുന്നവർ എന്തായാലും ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചോ, യൂസ്ഫുൾ ആവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പ്. അപ്പോഴാണ് ഈ റോഡ് സൈഡിൽ ഈ ചേട്ടൻ ചക്ക വെക്കുന്നത് കണ്ടത്. അതിൽ നിന്ന് കുറച്ചെണ്ണം വാങ്ങി ഞങ്ങൾ കഴിച്ചു. അപ്പോഴേക്കും ചെറിയ രീതിയിൽ മഴ പെയ്യാനും തുടങ്ങി. പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഈ കുഞ്ഞു ബിരിയാണി കട കാണുന്നത്. നല്ല കിടിലം ഊട്ടി സ്റ്റൈലിൽ ബിരിയാണി. ഒന്നും പറയാല്ല മക്കളെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് നല്ല മഴയായിട്ടുണ്ട്.